പേരെ ജോൺസൺ. എങ്ങനെയുണ്ട് MLA? നീർമാലി, മേക്കേച്ചേരി, ഓടൽക്കര, പുത്തൻമിള്ളി, ജോൺസൺ. MLA ഹരീന്ദ്രൻ ഡീസൻ്റാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കവും കൊറോണയും വന്ന് കിടന്നപ്പോൾ ഈ ഹരീന്ദ്രനും പിണറായി വിജയനും ഇല്ലായിരുന്നെങ്കിൽ നാട് മൊത്തം നാടുമായിരുന്നു. അതല്ലോ ഈ ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നറിയില്ല, ആമിയഴഞ്ചൻ തോട്ടിൽ മരണപ്പെട്ടു പോയ ജോയിയുടെ അനിയനാണോ ചേട്ടനാണോ? ചേട്ടൻ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, നിസ്വർ, മറ്റിതര ജനവിഭാഗങ്ങൾ, തൊഴിലാളികൾ, കർഷകർ തുടങ്ങി ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു ആ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇടതുപക്ഷ മുന്നണി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ പരാമർശിച്ചിരുന്നത്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഈ മണ്ഡലത്തിൻ്റെ ഒരു പിന്നോക്കാവസ്ഥ റോഡുകളുടെ കാര്യത്തിൽ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, ആരോഗ്യ സ്ഥാപനങ്ങളുടെ കാര്യത്തിലെല്ലാം നിലനിന്നിരുന്ന ഒരു ശോചനീയമായിട്ടുള്ള അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി 5 വർഷക്കാലം കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ പൊതു വികസന സമീപനത്തിൻ്റെ ഭാഗമായി മണ്ഡലത്തിലും കുറേ അധികം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ശക്തമാക്കുന്നതിന് വേണ്ടി ധനുമച്ചുരത്ത് കൊണ്ടുവന്ന ഇൻ്റർനാഷണൽ IT അത് ഒരു വെറും പഠനകേന്ദ്രം മാത്രമല്ല, പരിശീലന മേഖലയായി ഉയർത്താനും കേരളത്തിലെയും ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും സ്വകാര്യ സംരംഭകരെയും വൻകിട വ്യവസായ സംരംഭകരെയും ആകർഷിപ്പിക്കാൻ പറ്റിയ നിലയിൽ ആ ITയെ നമ്മൾ ഇൻ്റർനാഷണൽ IT ആയി ഉയർത്തിയതോടുകൂടി വലിയ മാറ്റമാണ് വന്നത്. ഇന്നലെ ടോട്ടൽ 368 പേർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. 214 പേർക്ക് ഇന്നലെ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുത്തു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളെയും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെയും നാട്ടിൽ തന്നെ സാമാന്യം ഭേദപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. താലൂക്ക് ആശുപത്രിയായ പാറശാലയിൽ 20 സ്പെഷ്യാലിറ്റികളടക്കം ഡയാലിസിസ് കേന്ദ്രം, വിപുലമായി ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായി ഒട്ടനവധി ആളുകൾക്ക് ഡയാലിസിസിൻ്റെ ആവശ്യം അനിവാര്യമായി മാറി തീർന്നിരിക്കുന്ന സാഹചര്യമാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന ഒരു കേന്ദ്ര ആശുപത്രിയായി പാറശാല ആശുപത്രിയെ മാറ്റുകയാണ്. പൊതുഗതാഗത മേഖലയിൽ 90% PWD റോഡുകളെയും BMBC നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയും. ഇന്ന് ക്വാളിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പദമായി മാറിയിരിക്കുകയാണ് ചർച്ച. ക്വാളിറ്റി, ഏത് മേഖലയിലും ക്വാളിറ്റി, ഗുണമേന്മ, അത് വിദ്യാഭ്യാസ മേഖലയിലും കൊണ്ടുവരിക, ആരോഗ്യ മേഖലയിലും ഗുണമേന്മ ജനങ്ങൾക്ക് സ്വായത്തമാക്കുക, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുള്ള അടിത്തറ ഈ മണ്ഡലത്തിൽ ഇതിനകം തന്നെ ഇട്ടുകഴിഞ്ഞു. ഇനി അതിൻ്റെ മേൽ കെട്ടിപ്പോകും. ഇപ്പോൾ MLA നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു റോഡുകളെ പറ്റിയും ഇവിടെ വരുന്നൊരു പാലത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം ഞാൻ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞ കാര്യം 100% സത്യമാണെന്ന് നമുക്ക് തോന്നി. നമ്മൾ ഈ റോഡിലൂടെയായിരുന്നു യാത്ര ചെയ്തത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും വളരെ ദുഃഖകരമായ ദിനങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചത്. ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന അവരെല്ലാം പുലർച്ചെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു ഗ്രാമം തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഒരു ഗ്രാമമല്ല, 3 പ്രദേശങ്ങളിൽ കംപ്ലീറ്റായിട്ട് നാശനഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേർ മരണപ്പെട്ടു. ഇതിൻ്റെ എല്ലാം ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നതിനോടൊപ്പം അവർക്കും ഇനിയൊരു ജീവിതം വേണം, ശേഷിക്കുന്നവർക്ക് ഇനിയൊരു ജീവിതം വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെ കൊണ്ടാവുന്ന വിധം സംഭാവനകൾ ചെയ്യുക. അത് വളരെ സുതാര്യമാണ്. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് വരുമ്പോഴത്തേക്ക് അടിയിൽ ഒരുപാട് ബാഡ് കമൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെയോ ചിന്തിച്ചിട്ട് അതിന് മോശമായിട്ട് കമൻറ്റ് പറയാതെ നമ്മൾ കൈകോർത്ത് പിടിച്ച് അവർക്ക് വീണ്ടും ജീവിക്കണം, അവർക്ക് വീണ്ടും പാർപ്പിട സൗകര്യങ്ങൾ വേണം, എല്ലാം വേണം. ഈ ഓളങ്ങളെല്ലാം ഒരു 2-3 ദിവസം കൊണ്ട് അവസാനിക്കും. ഇപ്പോൾ അർജുൻ്റെ കാര്യം എടുത്താലും ശരി, അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കും. പക്ഷേ അവർക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്, ഈ ശേഷിക്കപ്പെട്ടവർക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും അവരോടൊപ്പം നിൽക്കണം. നമ്മളെ കൊണ്ടാവുന്ന വിധമുള്ള സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് സുതാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പാറശാലയിലാണ്. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് ദിവസം ഞങ്ങൾ പോയിരുന്നു, പക്ഷേ അന്ന് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, മഴ കാരണം. അപ്പോൾ ഇന്ന് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. പാറശാലയിലെ ജനങ്ങൾ ശ്രീ CK ഹരീന്ദ്രൻ MLA എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം.
കള്ളിക്കാടാണ്. ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. പേരെന്താണ്? എൻ്റെ പേര് സനൽകുമാർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA ആണ്. നല്ല ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല റോഡുകളെല്ലാം നല്ലതാണ്, നല്ലതാക്കിയിട്ടുണ്ട്. നല്ല MLA ആണ്. ഇനി എന്ത് മാറ്റമാണ് വരേണ്ടത്? മാറ്റമല്ല, നമുക്ക് റോഡ് വികസനവും മറ്റ് വികസന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു MLA ആണ് ആവശ്യം. അത് CK നല്ല MLA ആണ്. പേരെന്താണ്? ജഗദമ്മ. എങ്ങനെയുണ്ട് MLA? കുഴപ്പമില്ല. ഇനി ഇവിടെ എന്ത് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്? നല്ലപോലെ മാറ്റം വരണം ഇനി. പേരെന്താ അമ്മയുടെ? വസന്തകുമാരി. എങ്ങനെയുണ്ട് MLA? MLA ഒരുവിധം കൊള്ളാം. വിളിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ വരണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തോ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്? മാറ്റം വരുന്നത് നമ്മളെ നാട്ടിന് നല്ല ഒരു ഇത് വരണം. എങ്കിലേ പാവങ്ങളെ തിരിച്ചറിയണം അല്ലേ? അത് വേണം. ഗുളി വാങ്ങിക്കാൻ പോലും പാടില്ല. അതാണ് ഞാൻ വന്നത്. ആണോ? എവിടെ താമസിക്കുന്നത്? ഞങ്ങള് നെയ്യാർ ഡാമിന് ഇപ്പറം. പേരെന്താണ്? കൃഷ്ണമ്മ. നല്ല ചിരി. എങ്ങനെയുണ്ട് MLA? കൊള്ളാം. അവിടെയൊക്കെ നല്ല സഹായങ്ങളൊക്കെ ചെയ്യണേ. പിന്നെ നമ്മൾ അടുത്ത് കണ്ടിട്ടില്ല, അടുത്ത് പോയിട്ടില്ല, ഒന്നുമില്ല. ഇനി എന്ത് മാറ്റാ വരേണ്ടത്? എന്തൊരു മാറ്റം. പേരെന്താണ്? എൻ്റെ പേര് മാധവൻ നായർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA കുഴപ്പമൊന്നുമില്ല. MLA നല്ല പുള്ളിയാണ്. ഒരു കുഴപ്പക്കാരനൊന്നുമല്ല. കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി എന്ത് മാറ്റമാണ് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? നമുക്ക് പൊതുവെ MLA നമ്മളെ ഇവിടുത്തെ MLA കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ഈ MLA തന്നെ വരണമെന്നാണ് നമ്മളുടെ അഭിപ്രായം. ഇത് പാറശാല മണ്ഡലത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ്. നാൽപ്പറക്കുഴി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടുത്തെ ജനങ്ങൾ MLA എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. എന്താ പേര്? വാസന്തി. വാസന്തി. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? ആശയമൊന്നുമല്ല, നല്ല പ്രവർത്തനമൊക്കെ ഉണ്ട്. ഇനി എന്ത് മാറ്റമാണ് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? മാറ്റം വികസനങ്ങൾ വരണം. ഈ റോഡിൻ്റെ പുറമ്പോക്കി കിടക്കണവരെ ഒഴിപ്പിക്കണം. അവർക്ക് എന്തെങ്കിലും സഹായിക്കണം. അങ്ങനെയൊക്കെ ആവശ്യം. എന്താ പേരെന്താണ്? പേര് റജി. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരുവിധം നമ്മളെ കള്ളിക്കാട് നേരിടാം പാറശാല റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ കുടപ്പനമൂട് പോലെ നമ്മളെ വെള്ളറുടെ അവിടെ വരെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. 5 വർഷം കൊണ്ട് പുള്ളി കണ്ടുകൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ പുള്ളി ചെയ്യുന്നുണ്ട്. പേരെന്താണ്? എൻ്റെ പേര് സാറിൽ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? വലിയ കുഴപ്പമില്ല, നല്ല പ്രവർത്തനമാണ്. ഞങ്ങൾക്കെല്ലാം നല്ല ആണ്. ഇവിടെ ഉള്ളവരെല്ലാം പുള്ളിയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. ഇനി എന്ത് മാറ്റമാണ് വരേണ്ടത്? നമുക്ക് ഇതിൽ നിന്നും മെച്ചപ്പെടണമെന്നുള്ള ആഗ്രഹമാണ്. ശരി. നിങ്ങളുടെ പേരെന്താണ്? അജികുമാർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? വേറെ മുൻ MLA-ക്കാളും നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മൾ കാഴ്ചയിൽ പല സ്ഥലങ്ങളും നമ്മൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് വ്യക്തമായി കാഴ്ചപ്പാടുണ്ട് അതേക്കുറിച്ച്. ഇനി എന്ത് മാറ്റമാണ് വരേണ്ടത്? മാറ്റങ്ങൾ കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വരാനുണ്ട്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ട് ഇനി. കാരണം ഉൾപ്രദേശങ്ങളിലത്തേക്ക് എത്തിപ്പെട്ടിട്ടില്ല. കുറേ കൂടെയൊക്കെ ഉൾപ്രദേശങ്ങളിൽ എത്താനുണ്ട്. ഈ കാരണം ഏറ്റവും കൂടുതൽ ഗ്രാമപ്രദേശമാണ് ഈ ഭാഗമെന്ന് ഗ്രാമമാണ്. ഗ്രാമങ്ങളിൽ കുറേ കൂടെയൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. MLA-യുടെ കുറച്ചുകൂടെയൊക്കെ ഇടപെടൽ അത്യാവശ്യമാണ്. അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം വലിയ രീതിയിൽ ഗ്രാമങ്ങളിലോട്ട് ഇറങ്ങി ജനങ്ങളിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് MLA കുറച്ചുകൂടെയൊക്കെ തിരക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്നത് പേരേക്കോണം എന്നുള്ള സ്ഥലത്താണ്. ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. പേരെന്താണ്? എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നമ്മളെല്ലാം സൂപ്പറാണ്. ആണ്. ഇനി എന്ത് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്? കാലത്തിനൊത്ത മാറ്റം വരണം. പേരെന്താണ്? ശശി. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല. ഇനി എന്ത് മാറ്റം വരണം? മാറ്റം വരണത് നല്ലതായിരിക്കും. പേരെന്താണ്? പേര് രാമചന്ദ്രൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA കുഴപ്പമില്ല, നല്ല വികസനമാണ്. ഇനിയും വികസനം വരാനുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്ത് കുറേ MLA-മാരെ പറ്റി. പക്ഷെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഭയങ്കര അടിപൊളിയാണല്ലോ. പണ്ട് ഞാൻ ഇതുവഴി പോകുമ്പോൾ ഈ റോഡ് പോലും ഇങ്ങനെ ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡ് നല്ല ബസ് സ്റ്റാൻഡാണ്. പക്ഷേ ജംഗ്ഷൻ ഒരുമാതിരി വികസനം കുറവ് പോലെയാണ് കിടക്കുന്നത്. ബസ് സ്റ്റാൻഡ് നമുക്കിവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ട്, കത്തുന്നില്ല, വെട്ടമില്ല, വെളിച്ചമില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ആരും നിന്നാൽ പോലും കാണാൻ പറ്റത്തില്ല. ലൈറ്റാണ് വിഷയം. പേരെന്താണ്? വിജയൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല. ഇനി എന്ത് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്? മാറ്റങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴച്ചലിലാണ്. ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. പേരെന്താണ്? കമലമ്മ എന്നാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA?
സുഖമാണ്, കുഴപ്പമില്ല. ഇനി എന്തോ മാറ്റം എനിക്ക് വരണം? പട്ടയം കിട്ടിയിട്ടില്ല. ആ. ആ, പറഞ്ഞോ. കോളനിയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഏത് ഇതുവരെ കോളനിയുടെ പേര് പറ. കുട്ടമല. കുട്ടമല. ആ, കൊച്ചു നോക്ക് കോളനി. എനിക്ക് ഒരു വീട്ടിനും കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ 2 റൂമിൽ 2 റൂം വെച്ച് ഇവിടെ തൂപ്പാണ് എൻ്റെ ജോലി. പേര്, അമ്മയുടെ പേര്? കവലമ്മ. പേരെന്താണ്? മണി. എങ്ങനെയുണ്ട് MLA? കുഴപ്പമില്ല, ഇവിടെ കൊണ്ട് പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരെന്താ? കുമാരസ്വാമി. എങ്ങനെയുണ്ട് MLA? വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കൊണ്ട് പറ്റുന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യം ചെയ്തു കൊടുക്കാൻ അങ്ങനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലല്ലോ, അതേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് പേരെന്താണ്? എങ്ങനെയുണ്ട് MLA? കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്ത് മാറ്റമാണ് വരേണ്ടത്? ഞങ്ങൾ പല മാറ്റങ്ങളും വരാനുണ്ട്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാര്യം, നമ്മളൊക്കെ വയസ്സായ ആളാണ്, രോഗികളാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ആവശ്യപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. ഉണ്ടോ എന്തെങ്കിലും മാറ്റം വരണമെന്നാകും? വേറൊന്നും പറയാനില്ല. പേരെന്താണ്? എൻ്റെ പേര് വത്സല. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കൊള്ളാം, അടിപൊളി. ഇനി എന്തോ മാറ്റം വരണം? ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ എല്ലാം മാറ്റം വന്നാൽ നല്ലത് തന്നെ. ശരി. പേരെന്താണ്? നളിനെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കൊള്ളാം. ഇനി എന്ത് മാറ്റം വരണം? ഒരു മാറ്റം വേണ്ട. ഇപ്പം ഞാൻ നിൽക്കുന്നത് കുട്ടമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അമ്പൂരി നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഒരു മഹാദുരന്തം നടന്ന സ്ഥലമാണ്. ഇത് ഇവിടുന്ന് ഒരു കുറച്ച് അടുത്താണ് അമ്പൂരി വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. പേരെന്താണ്? എൻ്റെ പേര് ഷാജിയാണ്. പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നമ്മുടെ MLA നല്ലതാണ്, കുഴപ്പമില്ല. നമുക്കിവിടെ വേണ്ട എല്ലാ സഹായങ്ങളും പുള്ളി ചെയ്തു തരുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ പിന്നെ പഞ്ചായത്ത് വഴിയുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം പുള്ളി നല്ല രീതിയിൽ നമുക്ക് പിന്നെ ചെയ്തു തരുന്നുണ്ട്. ഈ അമ്പൂരിയിലല്ലേ നേരത്തെ ഈ മണ്ണിടിച്ചിലുണ്ട്. ആമ്പൂരി പൂച്ചമക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു 34 പേര് മരിക്കാനിടയായത്. വയനാട്. അതെ അതെ അതെ. ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. ഒരു പാലം വരുന്നുണ്ട്. അതിന്റെ പണി ഏകദേശം ഒരു 70% അതിന്റെ പണി ഇപ്പം പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ആ സൈറ്റ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ അവിടെ ആൾക്കാർ താമസമുണ്ടോ? ഈ മണ്ണിടിച്ച് അന്ന് ആ ദുരന്തം ഉണ്ടായ ആ സ്ഥലത്ത് നമുക്കിപ്പം വീടുകളൊന്നുമില്ല. അവിടെ ഇങ്ങനെ വേറെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ആ റോഡ് ഇപ്പം നല്ല രീതിയിൽ MLAയുടെ ഫണ്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അതുവഴിക്ക് അങ്ങോട്ട് പോയാൽ ഏതാണ്ട് ഒരു 100ഓളം കുടുംബക്കാർ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ട്? മഴ പെയ്യുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഇതിൻ്റെ പഞ്ചായത്തിൽ നിന്ന് ബന്ധപ്പെട്ട ആൾക്കാർ വരാറുണ്ട്. ഇങ്ങനെ മലയുടെ സൈഡിൽ താമസിക്കുന്നവരൊക്കെ മാറി താമസിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വന്ന് ഗവൺമെന്റിൽ നിന്ന് ഒരു ഓർഡർ കൊടുത്ത് അവർ വന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ഒരു മഴ ഇങ്ങനെ നിരന്തരം പെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്പൂര് സ്കൂളൊക്കെ അവർ വന്ന് കണ്ട് ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവരെയൊക്കെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു സംവിധാനം അവർ പഞ്ചായത്ത് വഴി അത് MLA ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, ഈ മുന്നേ ഇങ്ങനെ ഈ അപകടം വരുന്നതിന് മുന്നേ അന്ന് ഈ സൂചന എന്തെങ്കിലും കൊടുത്തിട്ടായിരുന്നോ? ഇല്ല, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് സംഭവിച്ചതാണ്. ഇതിനു മുമ്പൊക്കെ ഇതുപോലെയുള്ള മഴ വരുമ്പോഴത്തേക്ക് ഈ മേഖലയിൽ നിന്നൊക്കെ ക്യാമ്പായിട്ട് സ്കൂളിൽ താമസിക്കാനൊക്കെ MLA അതിൻ്റെ ഉള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ പോകാറുണ്ട്. MLA ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്പൂരിയിൽ വരാറുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. പുള്ളി നല്ലൊരാളാണ്. ശരി. പേരെന്താണ്? എൻ്റെ പേര് ഷബീർ. എങ്ങനെയുണ്ട് MLA? നല്ലതാണ്. MLAയുടെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് ആ തുമ്പിച്ചൽ പാലം ഉണ്ടായത്. ഒറ്റതുകൊണ്ടാണ്. നല്ല MLA ആണ്. എല്ലാ കാര്യങ്ങളും ഓടി വരുന്നുണ്ട് ഇവിടെ. പാലം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഇവിടെ ഉണ്ട്? ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പിച്ചൽ അവിടെ എല്ലാം നല്ല വികസനം, വനമേഖല എല്ലാം നല്ല വികസനമാണ്. ആൾക്കാർക്ക് ടൂറിസ്റ്റ് കേന്ദ്രമാവും. ഇപ്പോഴേ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പാലം കാണാനും എല്ലാത്തിനും നല്ല വികസനമുണ്ട്. അവിടെ അങ്ങോട്ടുള്ള റോഡുകൾ നല്ലതായിട്ടുണ്ട്. ഇവിടെ ഹോസ്പിറ്റൽ സൗകര്യമൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലുണ്ട്. മെഡിസിറ്റി എന്ന് പറഞ്ഞൊരു പൂച്ചമുക്കിൽ. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് മായം. അത് ഇതുപോലെ തന്നെയാണ്. MLAയുടെ ഒരു പ്രയത്നം കൊണ്ടാണ് അവിടെ ഉണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മായം ഹോസ്പിറ്റൽ. ഇനി എന്താണ് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇനി ഇവിടെ മാറ്റം വേറെ ഒന്നും വരുത്താനില്ല. എല്ലാം ഇവിടെ എല്ലാം ആയിട്ടുണ്ട് എന്ന് പറയാൻ കാര്യം. എല്ലാം നമ്മളിപ്പോൾ അമ്പൂരി എല്ലാം നല്ല വികസനമായിട്ടുണ്ട്. പഴയതിനേക്കാളും നല്ല വികസനമായിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. പുള്ളി എന്നെ അടുത്ത് വരണമെന്ന് നമ്മളെ പുള്ളിയാണ്. പേരെന്താണ്? ദായി. എവിടെ സ്ഥലം? ഇവിടെ കുട്ടമല തന്നെ. ഇവിടെ തന്നെ. എങ്ങനെയുണ്ട്? ശരി. പേരെന്താ? സരോജ. എങ്ങനെയുണ്ട് MLA? നല്ല. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നല്ല MLA.
ഇനി എന്തോ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇതിവിടെ എന്തോ മാറ്റം വരണമെന്ന് ആഗ്രഹം? ആ എല്ലാം എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാരും ഹാപ്പിയാണ്. ആ വന്നപ്പോഴേ പറഞ്ഞ അടുത്ത് ഇരുന്നുകൊണ്ട് കാല് നീട്ടും, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു പറഞ്ഞത്. പേരെന്താണ്? കെ ശാരദ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല, കൊള്ളാം, നല്ലതാണ്. നല്ലതാണ്. ഇനി എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടോ ഇവിടെ? നമുക്ക് വേറെ മാറ്റങ്ങൾ വന്നാൽ അത്രയ്ക്ക് നല്ലതല്ലേ. എന്നാലും ഇവിടെ ഇപ്പൊ ഈ പണ്ട് നമ്മൾ കാണുന്നത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മാറ്റമല്ലേ? മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ. അതെ, വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ശരി, കൊള്ളാം. MLA ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കുമ്പിച്ചൽ കടവ് പാലത്തെക്കുറിച്ച് നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അത് നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ എന്തായാലും പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ളവരും പറഞ്ഞത് ഒരുപാട് വർഷമായിട്ട് അവരുടെ എല്ലാം ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്ന ദൃഢനിശ്ചയത്തിന് മുന്നിൽ അതും സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ സ്വപ്ന സാഫല്യത്തിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നെയ്യാറിന് കുറുകെയാണ് ഈ പാലം പോകുന്നത്. അതിൻ്റെ പണി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പൂരിയിലാണ്. ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. പേരെന്താണ്? പേര് സുദേവൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നമ്മൾ MLA നല്ല MLA ആണ്. ഞാൻ ആ പാർട്ടിക്കാരനല്ല, വേറെ പാർട്ടിക്കാരനാണ്. അല്ല, ഇതിനകത്ത് രാഷ്ട്രീയമില്ല. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷെ MLA കുറിച്ച് എനിക്ക് രാഷ്ട്രീയമില്ല. നല്ല വ്യക്തിയാണ്. ഇവിടെ ഇപ്പോൾ അമ്പൂരിയെ സംബന്ധിച്ചോളം ഒരുപാട് വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഇനി ഒരു മാറ്റം വരേണ്ടത് എന്താണ്? ഇവിടെ അമ്പൂരിയെ സംബന്ധിച്ചോളം മാറ്റം വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വികസനം നടത്താൻ വേണ്ടി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ജലീപാറ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് നമുക്ക് ടൂറിസ്റ്റ് കേന്ദ്രം നടത്താൻ പറ്റിയ ഒരുപാട് 72 പടിയുണ്ട്. ഈ 72 പണ്ട് മാർത്താണ്ഡമുള്ള ഒളിച്ചിരിക്കാമെന്നാണ് ഐതിഹ്യം പറയുന്നത്. അത് അമ്പൂരി പഞ്ചായത്തിൻ്റെ കുരുത്തിപ്പാറ വാർഡിലാണ് ഉള്ളത്. അങ്ങനെ അത് വികസനം കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും, പഞ്ചായത്തിന് ഉപകാരപ്പെടും. പിന്നെ അമ്പൂരിയെ സംബന്ധിച്ചോളം പിന്നെ ഈ ആരോഗ്യ മേഖലയ്ക്ക് കുറച്ചും കൂടി ഗുണം വേണം. കാരണം ആരോഗ്യ മേഖല അത്ര നന്നെന്ന് പറയാനില്ല. കാരണം ഒരു സബ് സെൻ്റർ ഉണ്ട്, ഒരു മായത്തൊരു ആശുപത്രിയുണ്ട്. അത് വന്നു പോയുള്ള ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. ആരോഗ്യ മേഖലയ്ക്ക് വരണം. പിന്നെ അതുപോലെ വികസനം വരെ ഒരുപാട് ഒത്തിരി വികസനം അമ്പൂരി സംബന്ധിച്ചോളം വരാനുണ്ട്. ശരി, പേരെന്താണ്? പേര് ബിജു. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA കുഴപ്പമില്ല. നമ്മുടെ പാലത്തിന്റെ പണിയൊക്കെ അതിവേഗം നടക്കുന്നുണ്ട്. നമുക്കൊരു അത്യാവശ്യം ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്, അതിലൊരു ഡോക്ടർ അത്യാവശ്യമായിട്ട് നമുക്ക് വേണം. അതിന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുമ്പൊരിക്കൽ ഇവിടെ പറഞ്ഞിരുന്നു ഒരു ഡോക്ടറെ നമ്മൾ എത്രയും പെട്ടെന്ന് തരുമെന്ന്. പക്ഷെ അത് ഇതുവരെ ഇവിടെ നടപ്പിലായിട്ടില്ല അമ്പൂരിക്ക്. അതൊന്ന് എത്രയും പെട്ടെന്ന് നടത്തി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. ശരി, പേരെന്താണ്? ഓമന. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല, ഇതുവരെയ്ക്കും ഒരു കുഴപ്പമില്ല. ഇനി എന്ത് മാറ്റമാണ് അമ്പൂരിക്ക് വരേണ്ടത്? അമ്പൂരിക്ക് നല്ല പുരോഗതി വേണം. പാവങ്ങളെ അറിഞ്ഞ് അവരെ സഹായിക്കണം. വീടില്ലാത്തവർക്ക് വീടൊക്കെ കൊടുക്കണം. പിന്നെ മഴവെള്ള പാച്ചിലൊക്കെ വരുമ്പോൾ അതൊക്കെ തടയണം. അതൊക്കെയാണ് വേണ്ടത്. ശരി, പേരെന്താണ്? പേര്? എൻ്റെ പേര് ടോമി ജോൺ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ MLA ഇപ്പം നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ കുമ്പിച്ചല പാലമൊക്കെ പണിയാൻ. അതിൽ നിങ്ങൾ എല്ലാവരും സന്തോഷമാണല്ലേ? അതിനെല്ലാം സന്തോഷമാണ്. ഇനി എന്ത് മാറ്റമാണ് ഇവിടെ വരേണ്ടത്? ഇനി ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ ദയനീയമാണ്. അത് ആ പാലം വരുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു കുറെ മാറ്റം വരുമെന്ന് തോന്നുന്നത്. മാറ്റം വരണം, എന്നാലേ നാട്ടിൽ എന്തെങ്കിലും നല്ല ജീവിക്കാൻ പറ്റും. പേരെന്താണ്? എന്റെ പേര് ചന്ദ്രൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നല്ല MLA ആണ്. പുള്ളി നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അത്ര എനിക്ക് പറയാനുള്ളത്. ഇനി എന്ത് മാറ്റമാണ് അമ്പൂരിക്ക് വേണ്ടത്? ഇനി മാറ്റം കുറെ മാറ്റങ്ങളുണ്ട്. മിക്കവാറും MLA ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ട്. പേരെന്താണ്? പേര് മോഹൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നമ്മുടെ MLA കൊള്ളാം. ഇതിന്റെ പല പണിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഒരുപാട് വർഷത്തിന് നാട്ടുകാരുണ്ട്. സാധാരണ വാഗ്ദാനങ്ങൾ തരുന്ന MLA-ൽ നിന്ന് മാറി കുറെ വാഗ്ദാനങ്ങളെല്ലാം കഴിഞ്ഞ അതേപോലെ വർഷങ്ങൾ കൊണ്ട് വാഗ്ദാനങ്ങളെല്ലാം കഴിഞ്ഞാണ്. പക്ഷേ ഇപ്പൊ നമ്മുടെ MLA ഇതിലെ പാലമെല്ലാം അടിപൊളിയാക്കിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ 2 വർഷത്തിനകത്ത് പാലം തീരും എന്നാണ് പ്രതീക്ഷ. MLA കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. എന്റെ പേര് സുരേന്ദ്രൻ CB.
MLA കുറിച്ച് നല്ല അഭിപ്രായമാണ്, കുഴപ്പമില്ല. നേരത്തെ ഉണ്ടായിരുന്ന MLA-ക്കാരും വളരെ മെച്ചമാണ്. പക്ഷെ എനിക്ക് ഒരൊറ്റ അഭിപ്രായം പറയുള്ളൂ, അവിടെ ഒരു ആശുപത്രി തുടങ്ങാൻ അവിടെ ഒരു ഡോക്ടറാണ്, ഒരുപാട് പേര് ഡോക്ടറില്ല. അവിടെ ഇപ്പൊ അംഗൻവാടി നടക്കുന്നതായിട്ടാണ് അറിവ്. അതിനെ കുറിച്ചൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ കൊള്ളാം. ഉറപ്പായിട്ട് ഇന്ന് തന്നെ നമ്മൾ വിളിച്ച് സംസാരിക്കും. അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ MLA കുറിച്ച് അവിടെ ഒരു ഡോക്ടറെ ഇരുത്തും എന്നുള്ള രീതിയിൽ വെച്ചാണ് അവിടെ ആശുപത്രിയായിട്ട് കിട്ടിയത്. ഇപ്പൊ അവിടെ ആരും ഇല്ല. ഇപ്പൊ ഒരു അംഗൻവാടി ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ട് വരുന്നത്. ഡോക്ടറെ വേണം, അതാണ് നമുക്ക് അത്യാവശ്യം. അല്ലാതെ കൃത്യമായിട്ട് MLA കുറിച്ച് പൊതുവെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. നല്ല അഭിപ്രായമാണ്. കാരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ മുമ്പിരുന്ന MLA-ക്കാരും ഒക്കെ മിടുക്കനാണ്. എല്ലാ കാര്യങ്ങളും നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നുമുണ്ട്. അതിനകത്ത് ഭയങ്കര സന്തോഷം. പേരെന്താണ്? എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നമ്മുടെ MLA സൂപ്പറാണ്, പൊളിയാണ്. കാരണം ആശുപത്രി കിടക്കുമ്പോൾ പോലും നാടിന് വേണ്ടി പുള്ളി നന്നായിട്ട് രാത്രിയും പോലും വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു MLA നമ്മൾ കണ്ടിട്ടേ ഇല്ല. അത്ര നല്ല MLA. ഇനി എന്ത് മാറ്റാണ് അമ്പൂരിക്ക് വേണ്ടത്? അമ്പൂരിക്ക് ഒരുപാട് മാറ്റം വരാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതില് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുമ്പിച്ചക്കടവ് പാലം. നമ്മൾ കണ്ടു. അതെ, അത് കഴിഞ്ഞ ഇലക്ഷന് പോലും ഈ MLA വെറുതെ നാട്ടുകാരനായിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എഴുതി. പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ കാണുന്ന വികസനമല്ല ഈ MLA വന്നതിന്റെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളറടയിലാണ്. MLA പറ്റി ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. പേരെന്താണ്? ശകുന്തള. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നമ്മുടെ MLA നല്ലതാണ്, നാട്ടിനൊക്കെ നല്ല കാര്യം ചെയ്യുന്നതാണ്. കൊള്ളാം. പേര്? എന്റെ പേരാണ് സൗമ്യ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കൊള്ളാം, കുഴപ്പമില്ല, നല്ല MLA. വികസനമൊക്കെ ഉണ്ട്. ഇനി എന്ത് മാറ്റമാണ് ഇവിടെ വരേണ്ടത്? മാറ്റം ഇത് പാവങ്ങളെ സഹായിക്കണം മാക്സിമം, അത്രേ ഉള്ളൂ. പേരെന്താണ്? എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. 60 രൂപ. പേരെന്താ? എന്റെ പേര് സുധകുമാരി, വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ ചെയർപേഴ്സണാണ്. നിങ്ങളുടെ MLA എങ്ങനെയുണ്ട്? അയ്യോ, നമ്മുടെ MLA നമ്മുടെ കൂടെ നിൽക്കുന്ന MLA ആണ്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കുന്ന MLA ആണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളും നമുക്കായിട്ട് വാങ്ങി തന്നിട്ടുണ്ട്. ജനങ്ങളോടൊപ്പം എപ്പോഴും കൂടെ ഉള്ളത്, എന്ത് ആവശ്യത്തിനും ചെറുതോ വലുതോ ആയ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ട്. ഇനി എന്ത് മാറ്റമാണ് ഇവിടെ വരേണ്ടത്? അല്ല, ഇനി മാറ്റം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏകദേശ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി വാങ്ങിത്തരാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതും കണ്ടെത്തി നമുക്ക് വാങ്ങിത്തരുന്ന ഒരു MLA ആണ്. അപ്പൊ ഈ ഒരു MLA നമുക്ക് തുടർന്നും തന്നെയാണ് ആഗ്രഹം. എന്താ പേര്? പ്രമോദ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നമ്മുടെ പാർശ്വ MLA നല്ല MLA ആണ്. എല്ലാ വികസനം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നല്ലൊരു MLA ആണ്. പേരെന്ത്? ഉഷ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല, നല്ലതാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം തമിഴ്നാടാണ്, അപ്പുറത്തെ സൈഡ് ഈ അടുത്ത സൈഡ് കേരളമാണ്. റോഡ് കേരളത്തിന്റെയാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്, പണ്ട് തൊട്ടേ ഉള്ളൊരു വലിയ മാർക്കറ്റാണ്. അപ്പൊ എല്ലാം കൊണ്ടും പനച്ചമൂട് എന്നുള്ള സ്ഥലം വളരെ എനിക്കൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നി. എന്നുവെച്ചാൽ നമുക്കറിയാം തമിഴ്നാടും പിന്നെ കേരളവും അതിന്റെ നടുക്ക് കേരളത്തിന്റെ റോഡും ഒക്കെ വരുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പൊ എന്തായാലും ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. പേരെന്താണ്? എന്റെ പേര് തങ്കബായി. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA കുഴപ്പമില്ല, നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ആവശ്യം എല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഒരു മാറ്റം വേണ്ടത് ഇവിടെ? ഇനി മാറ്റം വേണം. പിന്നെ എന്താ പറയാ, എല്ലാവർക്കും തൊഴിൽ അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. പിന്നെ പാർട്ടിയൊന്നും നോക്കാതെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അതാണ് എൻ്റെ അഭിപ്രായം. പേരെന്താണ്? എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? ജനങ്ങൾക്ക് നല്ല വേറെ നല്ല പാവങ്ങളൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നമായ അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനമൊക്കെ ഉണ്ട്. ഇനി എന്തൊരു മാറ്റമാണ് ഇവിടെ വരേണ്ടത്? ഇനി ഇതേപോലെ നല്ല നല്ല കാര്യങ്ങൾ MLA നല്ല രീതിയിലുള്ള പ്രവർത്തനം വരട്ടെന്നാണ്. പേരെന്താണ്? എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നല്ല കൊള്ളാം, കുഴപ്പമില്ല. ഇനി എന്താ മാറ്റം വരണം ഇവിടെ? മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരണം. സാധനങ്ങൾ വില കുറയ്ക്കണം, പിന്നെ നമുക്ക് തരേണ്ട ആദായങ്ങൾ തരണം, അങ്ങനെയൊക്കെ ഉണ്ട്. പേരെന്താണ്? ഷാവൂർ ഹമീദ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല, അയാൾ കുഴപ്പമില്ല. ഞാനും കുഴപ്പമില്ലാറാണ്. പുള്ളിയെ അറിയാം, പുള്ളിയുടെ കുടുംബം അറിയാം. നല്ല മനുഷ്യനാണ്, നല്ല പ്രവർത്തനമാണ്. ഇനി എന്ത് മാറ്റമാണ് ഇവിടെ വരേണ്ടത്? ഇനി ഒരുപാട് മാറ്റമുണ്ട്. അതായത് ജംഗ്ഷനൊന്നും ആയില്ല, റോഡ് ചെയ്യാനുണ്ട്. വഴിയോരത്തുള്ള ബിസിനസ്സുകളെല്ലാം
ചന്തയ്ക്ക് അകത്തോട്ട് ആക്കണം. വേറെ ഇതൊന്നുമില്ല. ശരി. പേരെന്താണ്? പേര് സുൽഫിക്കർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? ഇനി എന്ത് മാറ്റാണ് ഇവിടെ വരേണ്ടത്? ഇപ്പോൾ റോഡൊക്കെ നല്ലതായി, മാറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹാപ്പിയാണ്. ഹാപ്പിയാണ്. പേരെന്താണ്? എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നല്ല സൂപ്പർ. എല്ലാ കാര്യങ്ങളും പോലെ ചെയ്യും. ഏത് കാര്യവും വിളിച്ചാലും ഉടനെ വരും. റോഡൊക്കെ നല്ല രീതിയിൽ വികസനമൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നല്ല എല്ലാവർക്കും നല്ല ഒരു അഭിപ്രായം. പേരെന്താണ്? റോബർട്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? സൂപ്പർ, കൊള്ളാം. നല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കാരക്കോണത്താണ്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാം കാരക്കോണം. അപ്പോൾ കാരക്കോണത്തെ ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. പേരെന്താണ്? സതികുമാർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA എന്നുള്ളത് ഇപ്പോൾ കറക്റ്റായിട്ട് ഫണ്ടുകൾ കൈകാര്യം ചെയ്യാനും ഇതെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഉള്ളൂ, മറ്റുള്ള MLA അപേക്ഷിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പേരെന്താണ്? പേര് പ്രീത. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കൊള്ളാം, നല്ലൊരു പ്രവർത്തകനാണ്. എനിക്ക് വലിയ അടുത്ത് പരിചയമില്ല, എന്നിരുന്നാലും നല്ലൊരു വ്യക്തിയാണ്. നല്ല വ്യക്തി എന്ന നിലയിൽ ഉജ്ജ്വലനാണ്. ഇടയ്ക്ക് വനിതകൾക്ക് വേണ്ടി എന്തൊക്കെ സംരംഭങ്ങൾ കുടുംബശ്രീപരമായിട്ടൊക്കെ ധന നൽകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സഭയിൽ ഞാനും ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല ആളാണ്. പേരെന്താണ്? എൻ്റെ പേര് ആശാന. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA കുഴപ്പമില്ല, നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ ഒരുപാട് ചെയ്യുന്നുണ്ട്. റോഡൊക്കെ നന്നായിട്ട് നല്ല പുരോഗമനമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു MLA ആണ്. പേരെന്താണ്? എൻ്റെ പേര് മധു. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA അടിപൊളി ആണോ? പൊളിയാണ്. നല്ല വികസനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ ഒരു MLA കിട്ടാൻ പാടാണ് കേരളത്തിൻ്റെ അകത്ത്. അത്ര നല്ല വികസനവും കാര്യങ്ങളാണ്. പേരെന്താണ്? അയ്യോ, എനിക്ക് വയ്യ, പോണോ, എനിക്ക് സുഖമില്ലാത്ത, ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് വേണം. അത് സാരമില്ല. പേരെന്താ? പേര് സെൽവി. എങ്ങനെയുണ്ട് MLA? MLA കൊള്ളാം, നല്ല ആളാണ്. ശരി. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കുന്നത്തുകാലിലാണ്. ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. പേരെന്താണ്? എൻ്റെ പേര് നിർമ്മല. എങ്ങനെയുണ്ട് MLA? നല്ല MLA ആണ്. ഞങ്ങൾക്ക് വീടില്ലായിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു വീടൊക്കെ കിട്ടി. ഞങ്ങളുടെ നാട്ടിൽ വേണ്ടി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. സാധാരണക്കാർക്കെല്ലാം നല്ല കാര്യം ചെയ്യും. ശരി. പേരെന്താണ്? ഗോകുമാർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA നല്ലതാണ്, നല്ല പ്രവർത്തനമാണ്. ഇവിടെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെയൊക്കെ നല്ല ഇതാണ്. ഇനി എന്താണ് ഇവിടെ ഒരു മാറ്റം വരേണ്ടത്? ഇവിടെ മാറ്റങ്ങൾ, റോഡ് വികസനം, ഈ റെയിൽവേ പാലം, അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൊണ്ടും MLA കൊണ്ട് സാധിക്കുന്നതല്ലെങ്കിലും അങ്ങനെയൊക്കെ കഴിയുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. തൃപ്തനാണ്. ഇപ്പോഴത്തെ MLA തൃപ്തനാണോ? പേരെന്താണ്? പേര് ജയകുമാരി. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA നല്ല MLA. ആർക്കെന്താവശ്യം പോയാലും, സാധാരണക്കാർക്കെന്താവശ്യം ഇട്ട് പോയാലും സാധിച്ചേരും. നമ്മുടെയൊക്കെ ബന്ധുവാണ്, വെച്ച് കണ്ടാലും വലിയ സ്നേഹമാണ്. ശരി. പേരെന്താണ്? ആർന്നർക്കുന്നതുകാരൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA ജനകീയനാണ്. ജനകീയെന്ന് വെച്ചാൽ വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളൊന്നുമില്ല, രാഷ്ട്രീയ MLA ആയാൽ ഇങ്ങനെ ആകണം. എല്ലാ പൊതുരംഗത്തായാലും ഏത് രംഗത്തായാലും പറഞ്ഞാൽ എളിമയോടെ ആയിട്ട് ആ കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങി ചെയ്യാവുന്നുള്ള 100% ജനപ്രതിനിധിയാണ്. ജനങ്ങളുടെ ഒപ്പമാണ്. അവിടെ രാഷ്ട്രീയ വേറെ ഒന്നുമില്ല. 100% അടുത്തും പുള്ളി തന്നെ വരും. പാർട്ടി നിർത്തിയാൽ പുള്ളി തന്നെ വരും. ശരി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെരിങ്കടവിളയിലാണ്. MLA പറ്റി നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാം. പേരെന്താണ്? പ്രഭാകരൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല, നല്ല അഭിപ്രായം. സാറിന്റെ പേരെന്താ? കെ ശിവശങ്കരൻ നായർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? എൻ്റെ MLA നല്ല MLA ആണ്, എൻ്റെ ബന്ധുവും കൂടിയാണ്. ബന്ധുവിനോട് നമ്മൾ അല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല, ഉള്ള ആളല്ല. പേരെന്താണ്? എൻ്റെ പേര് ഷീജ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? എൻ്റെ അഭിപ്രായത്തിൽ നല്ല ആളാണ്. പേരെന്താണ്? പേര് ഡെയ്സി. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ നമ്മളെ ഗ്രാമപ്രദേശമാണല്ലോ, റോഡുകളെ സംബന്ധിച്ച് ഒന്ന് മരിച്ചാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് റോഡുകൾ കിടക്കുന്നത്. പിന്നെ ശരിയായി വർഷങ്ങളോളം കൊണ്ട് റോഡൊന്നും ശരിയാവാതെ കിടന്ന് നമ്മുടെ പെരുന്തോള പഞ്ചായത്ത് ഇവിടെ തന്നെ. ഈ റോഡ് പക്ഷേ കുഴപ്പമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുറച്ചുകൂടി. അങ്ങോട്ട് അകത്തോട്ട് പോയി നോക്കണം. റോഡുകൾ
വർഷങ്ങളോളം കൊണ്ട് പണിയാതെ കിടന്ന റോഡുകൾ പണിതിട്ട് ഒരു മാസമാകുമ്പോൾ തന്നെ പൈപ്പ് ലൈനെന്ന് പറഞ്ഞ് വെട്ടിക്കുഴിച്ച് എല്ലായിടും ഇട്ടിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ കിടക്കുന്നത്. കാരണം ഒരു വഴിക്ക് പെട്ടെന്നൊരു വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥ. അത് ഉള്ളിലോട്ടുള്ള റോഡുകളിൽ പോയി നോക്കിയാൽ എല്ലായിടും അറിയാൻ പറ്റും ഈ പൈപ്പ് ലൈൻ വെട്ടി മോശമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതേ പറയാനുള്ളൂ. റോഡ് ആലത്തൂരിന്ന് നമ്മളെ നീലകേശി മാരേമട്ട ട്രസ്റ്റ് റോഡ്, ആ റോഡ് കംപ്ലീറ്റും പൊളിഞ്ഞാണ് കിടക്കുന്നത്. അതുപോലെ ഉൾപ്രദേശത്ത് എല്ലാ വാർഡിലും ഇത് തന്നെ അവസ്ഥ. നിങ്ങളുടെ മെമ്പർ ആരാ? എൻ്റെ മെമ്പർ അമ്പലത്രയിൽ ഗോപകുമാർ. പ്രസിഡന്റ് സുരേന്ദ്രൻ. പേരെന്താണ്? രവീന്ദ്രൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് MLA? അറിയോ? പേരെന്താ? ജോൺസൺ. എങ്ങനെയുണ്ട് MLA? നീർമാലി, മേക്കേച്ചേരി, ഓടൽക്കര, പുത്തൻമിള്ളി, ജോൺസൺ. MLA കരീന്ദ്രൻ ഡീസൻ്റാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം കൊറോണയും വന്ന് കിടന്നപ്പോൾ ഈ കരീന്ദ്രന് പിണറായി വിജയനും ഇല്ലായിരുന്നെങ്കിൽ നാട് മൊത്തം നാറുമായിരുന്നു. തരല്ലോ. എൻ്റെ പേര് സുരേഷ് എന്നാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLAയുടെ ഭാഗത്തിന് അങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും എല്ലാ ഭാഗങ്ങളിലും ഒന്നും എത്തപ്പെടാൻ പറ്റുന്നില്ല. പേരെന്താണ്? കോശി. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല. ഈ ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നറിയില്ല, ആമിയഴഞ്ചൻ തോട്ടിൽ മരണപ്പെട്ടു പോയ ജോയിയുടെ അനിയനാണോ ചേട്ടനാണോ? ചേട്ടനാണ്. ഇപ്പൊ ആ അമ്മ ഇപ്പൊ ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടെന്നാണ് പറഞ്ഞത്. അമ്മ സുഖമായിട്ടിരിക്കുന്നു. ഇത് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന്? സംഭവിച്ചത് പണിക്ക് പോയെടുത്ത് അത് തോട്ടിനകത്ത് അങ്ങ് ഉള്ളിലായിപ്പോയി. അങ്ങനെ ഒരു ഇത് എന്തെങ്കിലും ലൈസൻസ് ഒക്കെ ഉണ്ടായിട്ടായിരുന്നോ പോയത്? അല്ല, ഇടയ്ക്കിടയ്ക്ക് കൂലിക്ക് പണിക്ക് വേണ്ടി നിവർത്തിയിട്ട് കൂലിപ്പണിക്ക് വേണ്ടി പോണതാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചോണ്ട് പോയത്. അപ്പം അങ്ങനെ തോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പണിക്കൊക്കെ പോകും. മഴ പെയ്ത് വെള്ളം വന്ന് പെട്ടെന്ന് അങ്ങനെ ആയപ്പോഴും അകത്തായിപ്പോയി. അങ്ങനെ അകത്തായി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കയറാൻ പറ്റില്ലല്ലോ, വെള്ളം ഉള്ളിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ അങ്ങ് പറ്റിപ്പോയതാണ്. അല്ലാതെ ഇതിനൊക്കെ വലിയ വെള്ളത്തിലൊക്കെ കയറിപ്പോവും. വേസ്റ്റും ഈ വെള്ളം ഒരുമിച്ച് മഴ പെയ്ത് പെട്ടെന്ന് വെള്ളം ഒരുമിച്ച് കൂടിയപ്പോൾ അവർ ഒന്നും ചെയ്യാൻ പറ്റാതായി, അങ്ങനെ ഉള്ളിലായി. അങ്ങനെ സംഭവിച്ചാണ്. ഞങ്ങളൊരു 10-10:30 കൂടെ ഞാൻ ഇറങ്ങി. ഒരു കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയ സമയം എന്നാണ് പറഞ്ഞത്. ആ സമയത്താണ് ഇത് സംഭവിച്ചതെന്നാണ് പറയുന്നത്. 10 മണിക്കുള്ള കാപ്പി കഴിച്ചിട്ട്. ഞാൻ കൂലിപ്പണി തന്നെ, എന്നാലും സിദ്ധവൈദ്യത്തിന് കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയുള്ള ഇതാണ് എണ്ണകളും കുഴമ്പുകളും ലേഖങ്ങളും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആര്യങ്കോട് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. പേരെന്താണ്? സുരേഷ് കുമാർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹമുണ്ടോ? അത് മാറ്റങ്ങൾ വരണമെന്നല്ല, എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ പോയെങ്കിലും പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഇതിലും രണ്ടാമത്തെ പ്രാവശ്യമാണല്ലോ. നല്ലൊരു കാര്യം, നല്ലൊരു പാർട്ടിയാണ്. ഒരു കാര്യം പൊതുവെ നല്ല അഭിപ്രായങ്ങളാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ അഴിമതിയൊന്നുമില്ല. പേരെന്താണ്? ഷീന. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? സൂപ്പർ. അടിപൊളി. ഇനി എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടോ ഇവിടെ? ഇല്ല, MLA തന്നെ മതി. അതെ. പേരെന്താണ്? ബിന്ദു. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? സൂപ്പറാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായം. അതെ. പേരെന്താ? കാർത്തിക. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? സൂപ്പർ. പേരെന്താ? അനർഘ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കുഴപ്പമില്ല. എല്ലാവർക്കും MLA സൂപ്പറല്ലേ? പേരെന്താണ്? ശോഭകുമാർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നല്ല കുഴപ്പമില്ല, എല്ലാ സഹകരണങ്ങളുണ്ട്, നല്ല പ്രവർത്തനമാണ്. പേരെന്താണ്? ഷീല. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? വേറെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. നല്ല അഭിപ്രായം. അതെ. ശരി. പേരെന്താണ്? എൻ്റെ പേര് ബീന. ഓക്കെ. എങ്ങനെ ഉണ്ട് നിങ്ങളുടെ MLA? നമ്മുടെ MLA കുറിച്ച് നല്ല അഭിപ്രായമാണ്. നമ്മുടെ പ്രാദേശിക കാര്യത്തിലായാലും ബാങ്കിൻ്റെ കാര്യത്തിലായാലും ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ MLA നമുക്ക് നൽകുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു? മാറ്റം വരേണ്ടതുണ്ട് കുറച്ചുകൂടെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒറ്റശേഖരമംഗലത്താണ്. ഒറ്റശേഖരമംഗലം എനിക്ക് കുറച്ചും കൂടെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം കൂടാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ആരുമില്ല, എന്നാലും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായമാണ് ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. പേരെന്താണ്? ലേഖ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? ഞങ്ങളുടെ MLA നല്ല പ്രവർത്തനമൊക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും ദിവസങ്ങളിൽ പഠിച്ചതിൽ നല്ലൊരു MLA ആണ്. നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്.
വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം ഇപ്പം തന്നെ നല്ല മാറ്റം ഉണ്ട്. പിന്നെ ഇനി മാറ്റം എന്ന് പറയാൻ വേറെ അങ്ങനെ നല്ല നല്ല ഭരണമാണ്. ഇപ്പോഴത്തെ ഭരണവും നല്ലതാണ്, MLA നല്ലതാണ്. പേരെന്താണ്? പേര് സതീഷ് കുമാർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? നല്ല കുഴപ്പമില്ല, കുറച്ച് വികസനങ്ങൾ കാര്യങ്ങൾ നടക്കുന്ന തന്നെയാണ്. ഇനി എന്ത് മാറ്റമാണ് ഇവിടെ വരേണ്ടത്? മാറ്റം ഇപ്പോൾ ഒരുവിധപ്പെട്ടുള്ള മാറ്റങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്താൽ കഴിയുന്നതൊക്കെ മാക്സിമം ചെയ്യുന്നുണ്ട്. പേരെന്താണ്? പേര് രവീന്ദ്രൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പാലങ്ങൾ ചെയ്തിട്ടുണ്ട്, സ്കൂളുകൾ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊള്ളാം. പേരെന്താണ്? എൻ്റെ പേര് ഗിരികുമാർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ്. ഇവിടെ പൊതുവിൽ ഏത് പരിപാടിക്കും അദ്ദേഹം എത്തും. ഏതെങ്കിലും മരണമോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ വന്നാൽ മരണമായാലും വിവാഹമായാലും അറിയിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് എത്തും. ഇനി എന്താണ് ഒരു മാറ്റം വരേണ്ടത് ഇവിടെ? ഇവിടെ മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പ്രദേശത്ത് വലിയ മാറ്റമായിട്ട് എല്ലാം ഏകദേശമൊക്കെ ഉണ്ട്. എങ്കിലും ആളുകൾക്ക് എല്ലാം കിട്ടിയില്ല എന്നാണല്ലോ അഭിപ്രായങ്ങൾ. എന്ത് കിട്ടിയാലും കിട്ടിയില്ല എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും MLA കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യുന്നുണ്ട്. റോഡ് വികസനമായാലും നമ്മളെ ഈ ചെറിയ റോഡുകളൊക്കെ നല്ല രീതിയിൽ പണി ചെയ്തിട്ടുണ്ട്. ശരി, ഇപ്പം ഞാൻ നിൽക്കുന്നത് മണ്ഡപത്തിൻ കടവിലാണ്. ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. പേരെന്താ? എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? പേരെന്താണ്? രാജൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? പേരെന്താണ്? എൻ്റെ പേര് നാസർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? MLA ന്യായമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ കേൾക്കും, അതേ ഉള്ളൂ. പേരെന്താണ്? ചന്ദ്രൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? വലിയ കുഴപ്പമൊന്നുമില്ല. പേരെന്താണ്? ബിന്ദു. എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA? കൊള്ളാം, കുഴപ്പമില്ല. ഇനി എന്താണ് ഇവിടെ ഒരു മാറ്റം വരേണ്ടത്? ഇനി എല്ലാം സാർ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു ആവശ്യത്തിന് പോയാൽ എല്ലാം നല്ലതായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഒരു ലെറ്ററിന് പോയാലും അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ പറയത്തക്കായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലവണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. ശരി, ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു MLAയോടൊപ്പം കുറച്ച് വിശേഷങ്ങളും അതുകൂടാതെ അവിടുത്തെ കുറച്ച് ആൾക്കാരുടെ പബ്ലിക് ഒപ്പീനിയനും. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് പാറശാലയിലാണ്. ഇവിടുത്തെ ആളുകളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. പേരെന്താണ്? പേര് NS ബിജു. ഇവിടുത്തെ MLA പറ്റിയിട്ട് എന്താ അഭിപ്രായം? MLA ശരി കാണാൻ പോലും കിട്ടുന്നില്ല, കഴിയുന്നില്ല. ഒരു മരണ വീടിലോ കല്യാണ വീടിലോ പാല് കാച്ച വീടിലോ അങ്ങനെ ജനകീയ പ്രശ്നമായിട്ടുള്ള ജനങ്ങളുടെ അടുത്തായി ചെല്ലുന്നില്ല. പേരെന്താ ചേട്ടൻ? പേര് രവി. രവി കൊടവുളാകം പാറശാല. ഇവിടെ നിങ്ങളുടെ MLA പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? നമ്മുടെ MLA പറ്റി അന്ന് ഇന്നും ഒന്നുപോലെയാണ്. അങ്ങനെ വേറൊരു അഭിപ്രായ വ്യത്യാസം ഈ സമയം വരെ വന്നിട്ടില്ല. പേരെന്താണ്? എൻ്റെ പേര് രാജകുമാരി. MLA പറ്റിയിട്ട് എന്താണ്? MLA ആയാലും മന്ത്രി ആയാലും മെമ്പറായാലും ആരായാലും ഞങ്ങൾക്ക് 5 വർഷം വെച്ച് 4 പ്രാവശ്യം ഞങ്ങളുടെ സിറ്റുവേഷത്തിൽ വോട്ടിന് നിന്ന് ജയിക്കണം. ഒരു മൊണ്ടി ചെറുക്കനെ തൂക്കി ഇലക്ഷൻ വരുമ്പം തോളിൽ വെച്ച് കൊണ്ടുപോകും, വോട്ടിട്ട് വരും. ഞങ്ങൾക്ക് നടപാതയില്ല, ഒരു ആട്ടോ കൊണ്ടുവരേണ്ട സൗകര്യമില്ല. ഇപ്പം വഴി വെട്ടി തിരിച്ചിട്ടിരിക്കണം. നമ്മളെ അനിത മുമ്പർ ഇരുന്നപ്പം അപ്പം അവരെ കഴിവിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വഴി വെട്ടി ഒരു കോൺക്രീറ്റ് ഇട്ട് തരാൻ അവരെ കൊണ്ട് ഇപ്പം 8 വർഷമായിട്ട് നടക്കാൻ പറ്റില്ല. ഇവിടുന്ന് അടുത്താണോ? അടുത്താണ്. ഒരു 6-7 വീട്ടുകാർക്ക് നടക്കാം. അത് കോൺക്രീറ്റ് ഇട്ട് തരാൻ ഞങ്ങൾ ഓരോ പ്രാവശ്യം അവരോട് കേൾക്കണം. ആഴ്ചയിലൊരിക്കൽ ഒരു ചെരുപ്പ് വേണം, വഴിയെ നടന്നു പോകാം. അരിയോ പാലോ ഒക്കെ വാങ്ങിക്കൊണ്ടോ വന്ന് വീഴോ. എത്രയോ ആശുപത്രി എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട്. പിരിവിട്ടായാലും ഞങ്ങൾക്ക് അതൊന്ന് കോൺക്രീറ്റ് ഇട്ട് തരാൻ നിങ്ങൾ ആരെ കൊണ്ടായാലും പറ്റുമെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിപ്പിച്ചിട്ട് തരും. വലിയ ഉപകാരമാണ്. കോൺക്രീറ്റ് ഇട്ട് തന്നാൽ. സ്ഥലത്തിന്റെ പേര് നെടുവാമള, തട്ടാംകുളത്തിന്റെ കരയിൽ. പേരെന്താണ്? മണി. MLA പറ്റിയിട്ട് എന്താ അഭിപ്രായം? പറ്റി നല്ല അഭിപ്രായം തന്നെ. ഇതുവരെ ഇവിടെ ജനപ്രതിനിധിയായിട്ട് വന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വികസന പരിപാടിയാണ് ഈ MLA തന്നെ. അങ്ങനെ കുറിച്ച് ആർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കായാലും കോൺഗ്രസ്സുകാർക്കാരും BJPക്കാർക്കും ഒരു അഭിപ്രായം തെറ്റ് പറയാനില്ല. അത്ര നല്ല പ്രവൃത്തി തന്നെ. സ്കൂളിൻ്റെ വികസനം, കെട്ടിടത്തിൻ്റെ എല്ലാം ഈ ഓലഷെട്ടായിട്ട് കിടന്ന എല്ലാം ഇപ്പോൾ ഹൈടെക് സ്കൂളുകളാക്കി അങ്ങനെ പാറശാല മണ്ഡലത്തിൽ നല്ല വികസനം തന്നെ ഇതുവരെ ഉള്ള പ്രതിനിധി നല്ല വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായം പറയാൻ. പേരെന്താണ്? സെൽവി. MLA പറ്റിയിട്ട് എന്താ അഭിപ്രായം? അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. കൊള്ളാം, നല്ലൊരു മനുഷ്യനാണ്.
ഇപ്പൊ ഇനിയിപ്പോ ഇവിടെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്ത് മാറ്റം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് മാറ്റം ഇവിടെ ഈ ബസ്സിനൊക്കെ ഇവിടെ നിൽക്കുമ്പോഴേ ഇവിടെ മൂത്രത്തിന്റെ സ്മെല്ലൊക്കെ ഉണ്ട്, അതൊന്നും മാറ്റി തരണം. അതൊരു പറയാനുള്ള ഒരു കാര്യമാണ്. പിന്നെ വേസ്റ്റ് ഒന്നും പുറത്തൊന്നും ഇടാതെ മാലിന്യങ്ങളൊക്കെ മാറ്റാനായിട്ടൊരു സംവിധാനം വരണം, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പേരെന്താണ്? തങ്കരാജ്. MLA പറ്റിയിട്ട് എന്താ അഭിപ്രായം? MLA നല്ല MLA അല്ലേ? ഞങ്ങൾക്ക് മറ്റേ ഹരീന്ദ്രൻ ആണല്ല, നല്ല MLA. ഇനി എന്ത് മാറ്റാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്? ഇനി എന്തൊരു ആവശ്യമാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്? ഞങ്ങൾക്ക് വേണ്ടതാ, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, പ്രായമായ ആളുകൾ. ഞങ്ങളുടെ ആവശ്യമുള്ള അവർ തരണം. എന്തൊരു വേണം നമുക്കിനി? എന്തൊരു വേണം? നമുക്ക് ജീവിക്കണം, തരാരുമില്ല. മക്കളൊക്കെ 3 പെൺമക്കളെ കെട്ടിച്ചയച്ചു, 2 പേരും മാത്രം. പെൻഷൻ കിട്ടും, മുടങ്ങിയല്ലേ കിട്ടുന്നത്. എന്ത് വയ്യായികയുണ്ടോ? ഇനി ഞങ്ങൾ 2 പേരും രോഗികളെ എന്നെ മരുന്ന് വാങ്ങിച്ച് മരുന്ന് വാങ്ങിച്ച് ഞങ്ങൾക്ക് വരുമാനവും ജീവിക്കാനുള്ള വഴിയൊന്നും. ഇവിടെ അടുത്താണോ അമ്മ താമസിക്കുന്നത്? കളച്ചാൻവിള പറയും. പേരെന്താണ്? എൻ്റെ പേര് പ്രേമ. MLA പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, നല്ല MLA ആണ്. ഇതുവരെ ഞങ്ങൾക്ക് അവൻ ജയിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ഓടിച്ചെന്ന് പറഞ്ഞാലും അത് കേൾക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇനിയും കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാൽ വലിയ. അല്ലാതെ എന്താണ് ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ, ഇപ്പൊ റോഡാണോ അങ്ങനെ നമുക്ക് എന്താണ് ഒരു റോഡ് കുറച്ചൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്, അതൊക്കെ ചെയ്യണം നമ്മൾ വരുന്ന വഴിയിൽ തന്നെ. അത് നല്ല കാര്യമാണ്. ശരി. ഞാൻ ആട്ടേനൊരിക്കൽ മറിഞ്ഞു വീണ് അറിഞ്ഞും കൊണ്ട് ഓടി വന്ന് എനിക്കുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്ത് എന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സ കണ്ടെത്തുക എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല വ്യക്തിയാണവൻ. പേരെന്താണ്? എൻ്റെ പേര് സുനിലാണ്. MLA പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? MLA പറ്റി പറയുകയാണെങ്കിൽ എന്തോ പാറശാലക്കാരുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു MLA തന്നെ കിട്ടിയത്. വേറെ ഒന്നും കൊണ്ടല്ല, വെറുതെ ഒരാളെ പുകഴ്ത്തി പറയുന്ന സംവിധാനമല്ല, അങ്ങനെയല്ല, ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. പാറശാല കണ്ടതിൽ വെച്ച് വിപ്ലവകരമായിട്ടുള്ള ഒരു വികസനമാണ് നമ്മുടെ പാറശാലയിൽ തന്നെ നടന്നിട്ടുള്ളത്. പാറശാല നിയോജക മണ്ഡലത്തിൽ അതിൽ എനിക്ക് പാറശാല, ഞാൻ പാറശാല ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന ഒരാളാണ്. പാറശാല ഗ്രാമപഞ്ചായത്തിൽ തന്നെ നടന്നിട്ടുള്ള വികസനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി പറഞ്ഞാൽ തീരത്തില്ല, അത്രയുമാണ്. പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, ഒരു ബസ്സിന് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ മന്ത്രിയും പരിവാരങ്ങളും വന്നാണ് ഉദ്ഘാടനം ചെയ്യുക. അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് വലിയ രീതിയിലാണ്, തറക്കല്ലൊക്കെ കൊണ്ട് ഭയങ്കര. അങ്ങനെ MLA ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെയിലി MLAക്ക് ഉദ്ഘാടനം ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. പാറശാല MLA CK ഹരീന്ദ്രൻ സാറിനോടൊപ്പമാണ് ഇപ്പം ഞാനുള്ളത്. സാർ, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. 2016 താങ്കളിവിടെ ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഏകദേശം 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയിച്ചത്. അതിനുശേഷം വീണ്ടും 2ാമത്തെ ഇലക്ഷനകത്ത് ജയിക്കുന്നത് അതിലും കൂടിയ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ താങ്കൾ MLA എന്നുള്ള നിലയിൽ ഇവിടെ കാഴ്ചവെച്ച ഒരു പ്രകടനത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം താങ്കൾക്ക് അത്രയൊരു ഭൂരിപക്ഷം കിട്ടുന്നതും 2ാമത് ഇലക്ഷന് ജയിക്കുന്നതും. അപ്പോൾ താങ്കൾ MLA എന്നുള്ള നിലയിൽ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവന്നത്? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, നിസ്വർ, മറ്റിതര ജനവിഭാഗങ്ങൾ, തൊഴിലാളികൾ, കർഷകർ തുടങ്ങി ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു ആ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇടതുപക്ഷ മുന്നണി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ പരാമർശിച്ചിരുന്നത്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മണ്ഡലത്തിൽ അസൂയാവഹമായിട്ടുള്ള ഒരു ഭൂരിപക്ഷവും അതുവഴി വിജയവുമാണ് എനിക്ക് നേടാൻ കഴിഞ്ഞത്. ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പൊതുവായി ഈ സമൂഹം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. 5 വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, പ്രത്യേകിച്ച് അടിസ്ഥാന വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരു വികസന പരിപ്രേക്ഷ്യത്തിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രമല്ല പൊതുസമൂഹത്തെ ആകെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ നിരവധി പ്രവർത്തനങ്ങൾ
കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടുള്ളത്. ഈ മണ്ഡലത്തിൻ്റെ ഒരു പിന്നോക്കാവസ്ഥ റോഡുകളുടെ കാര്യത്തിൽ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, ആരോഗ്യ സ്ഥാപനങ്ങളുടെ കാര്യത്തിലെല്ലാം നിലനിന്നിരുന്ന ഒരു ശോചനീയമായിട്ടുള്ള അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി 5 വർഷക്കാലം കേരളത്തിൽ പിണറായി ഗവൺമെൻറ് പൊതു വികസന സമീപനത്തിൻ്റെ ഭാഗമായി മണ്ഡലത്തിലും കുറേ അധികം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്. 18,566 നിന്ന് 26,000 വോട്ടായി ഭൂരിപക്ഷം ഉയർന്നു. അത് പൊതുവിൽ സാധാരണ എല്ലാ ജനവിഭാഗങ്ങളും എല്ലാത്തിനും അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ സമീപനത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചു എന്നാണ്. മാത്രമല്ല കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ വികസന രാഷ്ട്രീയത്തോടൊപ്പം ജനങ്ങൾ അണിചേർന്നു എന്നുള്ളതിന് തെളിവായിരുന്നു. അങ്ങനെയാണ് എനിക്ക് നല്ല ഭൂരിപക്ഷം ലഭിക്കാൻ ഇടവന്നത്. സാർ ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി രണ്ടാമതും ജയിച്ചു. ഇനിയിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സാറ് വരുത്താൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഞാൻ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ ആവിഷ്കരിച്ച വികസന സമീപനം ചെയ്തു തീർക്കാനുള്ള, അതിൻ്റെ ഭാഗമായി മണ്ഡലത്തിൽ കൊണ്ടുവന്ന പദ്ധതികൾ ചെയ്തു തീർക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ്. അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റമാണ് ഈ മണ്ഡലത്തിൽ വരാൻ പോകുന്നത്. അതും പ്രത്യേകിച്ച് സാധാരണ ജനവിഭാഗങ്ങളുടെ ജീവിതത്തിലാണ് അത് മാറ്റം വരുത്താൻ പോകുന്നത്. നിങ്ങൾ ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത വായിച്ചിരിക്കും. ഈ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനമായും തൊഴിലില്ലായ്മയുടെ പ്രശ്നം നിലനിൽക്കുകയാണ്. പൊതുവിലുണ്ട്, എന്നാൽ ഈ മണ്ഡലത്തിലും. അതിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിദ്യാഭ്യാസ രംഗത്തൊരു വലിയ പുരോഗതി കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് എലിമെൻ്ററി, സെക്കൻഡറി, ഹയർ എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വിദ്യാഭ്യാസ മേഖല, ഈ മേഖലയിൽ ഗവൺമെൻറ് ശ്രദ്ധ വെച്ച് നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ശക്തമാക്കുന്നതിന് വേണ്ടി ധനുമച്ചെടുത്ത് കൊണ്ടുവന്ന ഇൻ്റർനാഷണൽ IT, അത് ഒരു വെറും പഠന കേന്ദ്രം മാത്രമല്ല, പരിശീലന മേഖലയായി ഉയർത്താനും കേരളത്തിലെയും ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും സ്വകാര്യ സംരംഭകരെയും വൻകിട വ്യവസായ സംരംഭകരെയും ആകർഷിപ്പിക്കാൻ പറ്റിയ നിലയിൽ ആ IT നമ്മൾ ഇൻ്റർനാഷണൽ IT ഉയർത്തിയതോടുകൂടി വലിയ മാറ്റമാണ് വന്നത്. ഇന്നലെ ടോട്ടൽ 368 പേർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. 214 പേർക്ക് ഇന്നലെ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുത്തു. അത് ചെറുപ്പക്കാരിൽ ഒരു വലിയ പ്രതീക്ഷയാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വളരെ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരിക എന്നാണ് ലക്ഷ്യം. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ് നമ്മുടെ സമൂഹം കഴിഞ്ഞ കാലങ്ങളിൽ അമർത്തിയിരുന്നു, അവരുടെ കൈകളിലായി. അതിൽ നിന്ന് പടിപ്പടിയായി മോചിപ്പിച്ച് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളെയും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെയും നാട്ടിൽ തന്നെ സാമാന്യം ഭേദപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. താലൂക്ക് ആശുപത്രിയായ പാറശാലയിൽ 20 സ്പെഷ്യാലിറ്റികളടക്കം ഡയാലിസിസ് കേന്ദ്രം, വിപുലമായി ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായി ഒട്ടനവധി ആളുകൾക്ക് ഡയാലിസിസിൻ്റെ ആവശ്യം അനിവാര്യമായി മാറി തീർന്നിരിക്കുന്ന സാഹചര്യമാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന ഒരു കേന്ദ്ര ആശുപത്രിയായി പാറശാല ആശുപത്രിയെ മാറ്റുകയാണ്. ഒരു വലിയ സൗകര്യമാണ് ഒരു 2 മാസത്തിനകത്ത് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതെല്ലാം പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണ വരുമാനക്കാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാം ഒരാശ്രയമായിരിക്കും. അങ്ങനെ വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യമേഖല, ഇത് രണ്ടും ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി വലിയ മാറ്റമാണ് ഈ മണ്ഡലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുഗതാഗത മേഖലയിൽ 90% PWD റോഡുകളെയും BMTC നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയും. വാഹനങ്ങൾ സാധാരണഗതിയിൽ കുണ്ടും കുഴിയും വീണ് കിടക്കുന്ന റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമല്ല അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഓരോ ദിവസം കഴിയുന്നതും ഗുരുതരമാവുകയാണ്. അതിനൊരു മാറ്റം വരുത്താൻ നല്ല മികവുള്ള ക്വാളിറ്റിയുള്ള ഒരു പൊതുഗതാഗതം ജനങ്ങൾക്കായി സമർപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് മിക്കവാറും നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ ഈ പാറശാല ടൗണിനെ സംബന്ധിച്ചിടത്തോളം 3 ഹൈവേകൾ വന്ന് സമാപിക്കുന്ന ഒരു സ്ഥലമാണ്, സംഗമ സ്ഥലമാണ്. ഇനി കരമന കലയിക്കുള്ള കൂടെ നമുക്ക് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ 3 റോഡുകളുടെ നാഷണൽ ഹൈവേകളുടെ സംഗമ സ്ഥലമായി പാറശാല മാറും. തമിഴ്നാടുമായി ബന്ധപ്പെടുന്ന അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ തമിഴ് സംസ്കാരവുമായി ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമെന്ന നിലയിൽ അവരെയും നമ്മൾ കൈകോർത്ത് പിടിക്കുകയാണ്. അവരുടെ സംസ്കാരത്തെയും നമ്മൾ ഉൾക്കൊള്ളുന്നു, നമ്മുടെ സംസ്കാരവും അങ്ങോട്ട് പങ്കുവയ്ക്കുന്നു. അങ്ങനെ 2 സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് ഭാഷാപരമായി, ഒന്ന് തമിഴ്, മറ്റൊന്ന് മലയാളം തമിഴിൽ നിന്നും കൂടെ അടർന്നു വന്നതാണെങ്കിലും അഥവാ അതിൽ നിന്നും ഉത്ഭവിക്കപ്പെട്ടതാണെങ്കിലും ഈ രണ്ടിലും ആഴമേറിയ സംസ്കാരം ഇന്നുണ്ട്. ആ ആഴമേറിയ സംസ്കാരത്തെ കൂടുതൽ വളർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായും ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ന് ക്വാളിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പദമായി മാറിയിരിക്കുകയാണ് ചർച്ച. ക്വാളിറ്റി, ഏത് മേഖലയിലും ക്വാളിറ്റി, ഗുണമേന്മ, അത് വിദ്യാഭ്യാസ മേഖലയിലും കൊണ്ടുവരിക, ആരോഗ്യ മേഖലയിലും ഗുണമേന്മ ജനങ്ങൾക്ക് സ്വായത്തമാക്കുക, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുള്ള അടിത്തറ ഈ മണ്ഡലത്തിൽ ഇതിനകം തന്നെ ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ മേൽ കെട്ടിപ്പോകണം. അതാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. സാറിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നടക്കട്ടെ. സർ, ഇനി MLA എന്നുള്ള രീതിയിൽ താങ്കൾ എത്രത്തോളം സംതൃപ്തനാണ്? തീർച്ചയായും ഞാൻ കഴിഞ്ഞ 8 വർഷമായി ഈ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സംതൃപ്തനാണ്. അവരുടെ ജീവിത അഭിവൃദ്ധിയാണ് എൻ്റെ ലക്ഷ്യം. അവർ നേരിടുന്ന വിവിധ ക്ലേശങ്ങൾ, ജീവിത ക്ലേശങ്ങൾ ഒരു സംസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രം നമുക്കത് കരഗതമാക്കാൻ കഴിയുന്നതല്ല. ഏറ്റവും വലിയ ഒരു ക്ഷേമരാഷ്ട്രമാവുക, ഇതൊക്കെ ജീവിത സ്വപ്നമാണ്. സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുക, ഒരു കൊച്ചു ഭൂമികയിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് വിശാലമായ ഇന്ത്യയുടെ ഇന്നത്തെ ഫെഡറൽ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയുണ്ട്. എങ്കിലും ഈ പരിമിതമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വരുത്താൻ, അവരുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, അവർ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ, ഒന്ന് വീട് ഇല്ലായ്മ, തൊഴിലില്ലായ്മ, അതുപോലെ മറ്റു വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെ ജീവിത ക്ലേശങ്ങൾ പരിഹരിക്കാൻ ഞാൻ നടത്തിയിട്ടുള്ള എളിയ പ്രവർത്തനങ്ങളിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. താങ്ക് യു സർ. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നമ്മളവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് വളരെയധികം താങ്ക് യു. ഞാൻ ഇരിക്കുന്നത് YMCA ചെറുവാരക്കണം ഹാളിലാണ്. ഇവിടെ അഡ്വക്കേറ്റ് ശർമ്മയുടെ അവയവ ദാനം ചെയ്ത തീയതിയെയും അദ്ദേഹത്തിൻ്റെ ഡെത്ത് മെമ്മോറിയൽ ദിനത്തിലും സംഘടിപ്പിക്കപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. ശർമ്മയുടെ സഹധർമ്മിണി കൃഷി ഓഫീസറായിരുന്ന റിട്ടയറായ ശ്രീമതി ലത എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവയവദാന രംഗത്ത് ഒരു പുതിയ അവയർനെസ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ ആളായിരുന്നു ശ്രേഷ്ഠനായിട്ടുള്ള അഡ്വക്കേറ്റ് ശർമ്മ. അത് കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ച അലകൾ ചെറുതല്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അക്കാര്യത്തിൽ ധീരമായി എടുത്ത നിലപാടും നമുക്ക് വിസ്മരിക്കാനാവില്ല. ഇന്ന് എല്ലാ വർഷവും ആ ഓർമ്മ ദിനത്തിൽ വിവിധ സംഘടനകൾ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവിടെ പാറശാലയിൽ ഫോറസ്റ്റ് ഓഫീസറായി പ്രവർത്തിച്ചു പോകുന്ന റിട്ടയറായിട്ടുള്ള ശ്രീ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കുടുംബവുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം ഇവിടെയുള്ള 4 അന്തേവാസി കേന്ദ്രങ്ങളിൽ, അതിൽ ഡിസേബിളായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്ന, വയോജനങ്ങളെ പാർപ്പിക്കുന്ന, കുട്ടികളെ പാർപ്പിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഭക്ഷണം നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ചതാണ്. അതിൻ്റെ ഒരു പൊതുയോഗ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ ചടങ്ങിൽ എത്തിച്ചേരുമ്പോഴാണ് ഷീതി എക്സ്പ്ലോറർ എന്ന
ചാനൽ എന്നെ സമീപിച്ചത്. ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു പുതിയ കാലത്തിനനുസരിച്ച് മനുഷ്യൻ അവൻ്റെ അവയവ ദാനം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. മരണാനന്തരം അത്തരം അവയവങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു ഉയർന്ന ബോധത്തിൻ്റെയും അറിവിൻ്റെയും ഭാഗമാണ് എന്ന കാര്യം കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. ഇന്ന് രാവിലെ കള്ളിക്കാട് നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ മണ്ഡപത്തിൻ കടവിൽ അവസാനിക്കുകയാണ്. ഇതിനപ്പുറം കാണുന്നത് കാട്ടാക്കടയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തു, പലരോടും അഭിപ്രായങ്ങൾ ചോദിച്ചു. ഒരുപാട് പേര് നമ്മളെ ക്യാമറയിൽ വരാനും തരില്ല. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി ഇന്ന് ഒരുപാട് സ്ത്രീകൾ ഇതിനകത്തേക്ക് വന്നു. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ, എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നി ഇത്രയും നല്ലതൊരു MLA കുറിച്ച് പറഞ്ഞു കേട്ടത് ആദ്യമായിട്ടാണ്. അത്രത്തോളം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ നന്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് രാഷ്ട്രീയ ഭേദമന്യേ, ജാതി ഭേദമന്യേ, പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഇല്ലാതെ എല്ലാവരുടെയും ഒപ്പം നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് പേരൊക്കെ ഇതല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ MLA നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു റോഡുകളെ പറ്റിയും ഇവിടെ വരുന്നൊരു പാലത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം ഞാൻ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞ കാര്യം 100% സത്യമാണെന്ന് നമുക്ക് തോന്നി. നമ്മൾ ഈ റോഡിലൂടെയായിരുന്നു യാത്ര ചെയ്തത്. പിന്നെ എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നി പലയിടത്തും സിഗ്നലിൻ്റെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ക്രോസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തു. പക്ഷേ എന്നാലും ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.